8 വയസ്സുള്ള സേറ മേരി സാജൻ എന്ന കുട്ടിയുടെ പുസ്തകമാണ് എൻ്റെ കൈവശമുള്ളത്. വളരെ സന്തോഷത്തോടെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത ഒരു പുസ്തകം. തൻ്റെ യാത്രയെക്കുറിച്ച് മനോഹരമായി ഇതിലെഴുതുന്നു സേറ. പക്ഷേ ഇതൊരു യാത്രാ വിവരണമല്ല. യാത്രക്കിടയിൽ കണ്ട കാര്യങ്ങൾ, യാത്രയ്ക്ക് വേണ്ടി നടത്തിയ ഒരുക്കങ്ങൾ, യാത്രയിലൂടെ കുട്ടിക്ക് കിട്ടിയ സന്തോഷങ്ങൾ, കൗതുകങ്ങൾ, പുതിയ തിരിച്ചറിവുകൾ, ഇതെല്ലാമാണ് ഈ പുസ്തകത്തിലുള്ളത്. പ്രധാനമായും 3 കാര്യങ്ങൾ ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നു. ഒന്ന്, വായന പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു വായന സാമഗ്രിയാണ് ഇത്. ഒരു നല്ല റീഡിംഗ് മെറ്റീരിയലായി കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ പുസ്തകം. മറ്റൊന്ന്, കുട്ടികളുമായി ഇടപെടുന്ന മുതിർന്നവരെല്ലാം പുതിയ തിരിച്ചറിവുകൾ നേടുന്നതിന് ഈ പുസ്തകം സഹായിക്കുന്നു. 8 വയസ്സുള്ളൊരു കുട്ടിയുടെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണുന്നത് അത്ഭുതത്തോടെ നാം തിരിച്ചറിയുന്നു ഈ പുസ്തകത്തിൽ. മൂന്നാമതായി, സേറക്കുട്ടിക്ക് അവളുടെ പേരൻസ് നൽകിയ പിന്തുണ, പ്രോത്സാഹനം. കൂടെ നിന്ന് കുട്ടികളെ വളർത്തിയാൽ അവർക്ക് എത്രയേറെ ഉയരത്തിലെത്താൻ കഴിയുമെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സേറയെപ്പോലെ തന്നെ ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നിരവധി കുട്ടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് തിരിച്ചറിയാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ ഒരു പ്രചോദനമായി തീരുന്നുണ്ട് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഉപശീർഷകം എന്ന നിലയിൽ പറയുന്നൊരു കാര്യം, എവിടെ നർമ്മം ആരംഭിക്കുന്നു അവിടെ യുക്തി അവസാനിക്കുന്നു എന്നുള്ളതാണ്. മുതിർന്നവരായ നമ്മളെല്ലാവരും വലിയ കാര്യങ്ങൾ എല്ലായ്പ്പോഴും പറഞ്ഞൊരു കപട ലോകം ചമയ്ക്കുമ്പോൾ അതിനെയെല്ലാം നിസാരമായി തട്ടിമാറ്റിക്കൊണ്ട് ഇതാണ് യഥാർത്ഥ ജീവിതമെന്ന് സന്തോഷത്തോടെ നർമ്മം ചാലിച്ച് നമ്മളോട് പറയുന്നതിൽ ഈ പുസ്തകം വിജയിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എഴുതിയത് ഒരു കുട്ടിയാണെങ്കിൽ ചിത്രങ്ങൾ വരച്ചത് അവളുടെ അമ്മയും ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും നിർവഹിച്ചത് അവളുടെ അച്ഛനുമാണ് എന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പുസ്തകം അനേകരുടെ കൈകളിൽ ആഹ്ലാദം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.